ഇതിലെടുക്കുന്ന ഒരു സ്റ്റാൻഡ് ഉണ്ട്. അവർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മുല്ലപ്പെരിയാർ എന്ന് പറയുന്നത് ഒരു പൊളിറ്റിക്കൽ ഇഷ്യൂ ആണ്, എന്നാൽ വൈഗൈ നദി എന്ന് പറയുന്നത് ഒരു പാരിസ്ഥിതിക പ്രശ്നമാണ്. അതായത് ഒരു പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഒരു ഇഷ്യൂവിൽ സർക്കാരിന് കൃത്യമായ സ്ട്രോങ് ആയ നിലപാട് എടുക്കേണ്ടി വരും. അതാണ് അവർ ചെയ്യുന്നത്. എന്നാൽ ഒരു പാരിസ്ഥിതിക പ്രശ്നത്തിന് ആദ്യം അവിടെ എൻവയോൺമെന്റലായിട്ട് ബന്ധപ്പെട്ട ആളുകളുടെ ഡിപ്പാർട്ട്മെന്റ്, മറ്റുള്ളവരും മറിച്ചവരൊക്കെ വന്ന് സ്റ്റഡി ചെയ്യണം, അതിനെപ്പറ്റി റിപ്പോർട്ട്, മറ്റേത് മാങ്ങാ തേങ്ങ, അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ശേഷം അതിനെപ്പറ്റി എന്തെങ്കിലുമൊക്കെ ചെയ്യാം എന്നുള്ള രീതിയിലുള്ള ഒരു തണുപ്പൻ മട്ടിലുള്ള പോക്കാണ് വൈഗൈ നദിയുടെ കാര്യത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്നാൽ അതാണോ വേണ്ടത്? ജനങ്ങൾക്ക് വേണ്ടി വന്ന നിങ്ങളുടെ എന്താവശ്യവും ഞാൻ നടത്തിത്തരും, ഡേ അണ്ണൻ, എന്റെ ഡേ, തമ്പി ഡേ എന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്ന അണ്ണൻ ഈ CM ജോസഫ് വിജയ് എന്തുകൊണ്ട് ചെറുപ്പക്കാർ കിടന്ന് കരയുന്നത് കാണുന്നില്ല? പ്രായമായ അപ്പച്ചന്മാരോ അമ്മച്ചിമാരോ ഒന്നുമില്ല, യുവതലമുറ ചെറുപ്പക്കാരാണ് ആ ഡാമിന്റെ വൈഗൈ നദിയുടെ ഫ്രണ്ടിൽ കിടന്ന് വീഡിയോ ഇട്ട് കരയുന്നത്. എന്റെ അണ്ണ CM വിജയ്, ഇതൊന്ന് കാണ്, നിങ്ങളൊന്ന് കണ്ണു തുറന്ന് കാണ്, ഞങ്ങളുടെ ഈ വൈഗൈ നദി നിങ്ങൾ രക്ഷിക്കൂ, സംരക്ഷിക്കൂ. അവര് കരയുകയാണ്, വിജയ് അത് കാണുന്നില്ല. കണ്ടാലും കണ്ണടക്കുകയാണ്, അല്ലെങ്കിൽ കണ്ണടക്കുക തന്നെയാണെന്ന് പറയണം. കാരണം ഇത്രയും ചെറുപ്പക്കാർ അവരുടെ മണ്ണിന് വേണ്ടിയിട്ട്, അവരുടെ ബേസിക് ആയിട്ടുള്ള നീഡ്സിന്, ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട്, ജലത്തിന് വേണ്ടിയിട്ട് കിടന്ന് കരയുമ്പോൾ വിജയ് ഇപ്പുറത്തുണ്ടാക്കുന്ന അടി, അല്ലെങ്കിൽ കേരളത്തോട് കാണിക്കുന്ന ഈ വാശിയും ഈ ഒരു സിനിമ സ്റ്റൈൽ സംഭവങ്ങളും ഒക്കെ സ്വന്തം നാട്ടിലെ ജനങ്ങളുടെ ഫ്രണ്ടിൽ ഈ കണ്ണിന്റെ മുന്നിൽ കിടക്കുന്ന വെള്ളം ഒന്ന് ശുദ്ധീകരിക്കാനുള്ള ഒരു സ്റ്റെപ്പ് എടുക്കണ്ടേ? ആദ്യം തന്നെ ചെയ്യേണ്ടത് ഇതെങ്ങനെ മലിനമാകുന്നു ഈ നദി എന്ന് കണ്ടുപിടിക്കുക. ഇവിടേക്ക് മാലിന്യം തള്ളുന്നത് ആരാണെങ്കിലും, അതായത് വിജയിയുടെ സിനിമ സ്റ്റൈലാണെങ്കിൽ ഈ നദിയെ മലീമസമാക്കുന്ന, മലിനീകരണത്തിലേക്ക് തള്ളിവിടുന്ന കോർപ്പറേറ്റുകളാരാണെങ്കിലും, ഫാക്ടറികളാരാണെങ്കിലും, ഇനി പാവപ്പെട്ടവരോ സാധാരണക്കാരാണെങ്കിലും അതിനെതിരെ ആക്ഷൻ സ്വീകരിക്കണം, നടപടി സ്വീകരിക്കണം, അവരെയൊക്കെ പൂട്ടണം. അല്ലേ? ചെയ്യുന്നില്ല, പോട്ടെ, വിട്ടേക്ക്, പൂട്ടണ്ട, അവരൊക്കെ അവരുടെ വഴിക്ക് പൊക്കോട്ടെ. എന്നാലും ഇനിയിപ്പോൾ മലിനീകരണം അവർക്ക് തടയാൻ കഴിയുന്നില്ലെങ്കിൽ ഈ മലിനമായ ജലത്തെ റീയൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്കൊരു പ്ലാന്റ് സ്ഥാപിക്കാം. ഇതിൽ നിന്നും ഈ ജലത്തെ ശുദ്ധീകരിച്ച് ക്ലീൻ ആയിട്ടുള്ള, അറ്റ്ലീസ്റ്റ് ക്ലീൻ ഡ്രിങ്കിങ് വാട്ടർ എങ്കിലും, ജനങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ട ക്ലീൻ ഡ്രിങ്കിങ് വാട്ടർ എങ്കിലും ഗവൺമെന്റിന് കൊടുക്കാൻ കഴിയും. തീർച്ചയായിട്ടും കൊടുക്കാൻ കഴിയും. ഉപ്പുവെള്ളത്തെ കുടിവെള്ളമാക്കുന്ന രാജ്യങ്ങൾ ഈ ലോകത്തുണ്ട്. ഉപ്പ് വെള്ളത്തെ, കടൽ വെള്ളത്തെ കുടിവെള്ളമാക്കി മാറ്റുന്ന രാജ്യങ്ങൾ ഈ ലോകത്തുള്ളപ്പോൾ തമിഴ്നാട് പോലെ ഇത്രയും ശക്തമായ പോപ്പുലേഷൻ കൊണ്ടും, അല്ലെങ്കിൽ ഇൻഫ്രാസ്ട്രക്ചർ കൊണ്ടും, അതേപോലെ തന്നെ ഫണ്ട് കൊണ്ടും എല്ലാം ശക്തമായിട്ടുള്ള ഒരു സ്റ്റേറ്റിന് ക്ലീൻ ആയിട്ടുള്ള ഡ്രിങ്കിങ് വാട്ടർ ഈ തോട്ടുവെള്ളത്തിൽ നിന്ന്, അല്ലെങ്കിൽ ഈ പുഴവെള്ളത്തിൽ നിന്ന് ഉണ്ടാക്കി കൊടുക്കാൻ ജനങ്ങൾക്ക് പറ്റില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. അവരത് ചെയ്യുന്നില്ല. മനസ്സിലായി, അവരത് ചെയ്യുന്നില്ല. സോ ഇതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം വിജയ് ഗവൺമെന്റ് ഇരട്ടത്താപ്പ് എന്താണ്, എങ്ങനെയാണ്, എവിടെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളത്. ഓക്കെ, സോ ഇനി കാണാനുള്ളത് ഒന്നേ ഉള്ളൂ, എന്താണ് ശ്രീ ജോസഫ് വിജയ് ഇതിനു വേണ്ടി ചെയ്യാൻ പോകുന്നത്? ഇതിനെതിരെ കണ്ണടയ്ക്കുമോ അതോ കണ്ണ് തുറക്കുമോ എന്നുള്ളത് കണ്ടറിയാം. സോ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.